പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസമായി വീണ്ടും പടയപ്പ് ഇങ്ങനെ സജീവമായി വരികയാണ്. ഇത്തവണ മൂന്നാർ മറയൂർ റോഡിലാണ് പടയപ്പ് ഇറങ്ങിയത്. വല്ലാത്ത ഒരു പ്രകോപിതനായ രീതിയിലാണ് ആനയുടെ പെരുമാറ്റം. ഒരു വഴിയോര കട ആന തകർക്കേണ്ടായി. ഒരുപാട് സമയമൊക്കെ കഷ്ടപ്പെട്ടാണ് പിന്നെ ഈ ആനയെ കുറച്ചെങ്കിലും ഒന്ന് തുരത്താൻ കഴിഞ്ഞത്. ജെയിനുണ്ട് നമുക്കൊപ്പം. ജെയിൻ, മൂന്നാറിൽ അന്ന് സുരേഷ് എന്ന മനുഷ്യൻ, മണി എന്ന അദ്ദേഹം മരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതോടുകൂടി അവിടെ വല്ലാത്തൊരു ഭയപ്പാട് ആളുകളുടെ ഇടയിലുണ്ട്. അതിനിടയിലാണ് ഈ പടയപ്പ. പണ്ടൊക്കെ വളരെ പ്രിയങ്കരനായിരുന്ന ആനയാണെങ്കിൽ ഇപ്പോൾ ആനയുടെ സ്വഭാവം അല്ലേ അത്ര ഒരു സമാധാന പ്രിയൻ എന്ന നിലയിലല്ല. ഇപ്പം എങ്ങനെയാണ് നാട്ടുകാർക്കൊക്കെ പണ്ട് പടയപ്പയെക്കുറിച്ചുള്ളൊരു സ്നേഹം മാറി ഒരു ആശങ്കയിലേക്ക് പോയോ? എന്ത് ചെയ്യും? അവനാണെങ്കിൽ നാട്ടിൽ തന്നെയാണല്ലോ, കാട്ടിലേക്ക് പോകുന്നേ ഇല്ലല്ലോ. ദിവിഷ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കണ്ടിരുന്ന പടയപ്പയല്ല ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ന് വളരെ പ്രകോപിതനാണ് എന്ന് മാത്രമല്ല, സാധാരണ ആളുകൾക്ക് നേരെ പാഞ്ഞു വരുന്ന ഒരു സ്വഭാവം പടയപ്പില്ല. മറ്റ് കാട്ടാനകൾ, കൊമ്പന്മാരൊക്കെ നമ്മൾ കുറച്ച് അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്തിരിഞ്ഞ് നമ്മളെ ഓടിക്കാനായിട്ട് വരും. പക്ഷെ പടയപ്പ് അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. ചിലപ്പോൾ ആ മസ്തകം കൊണ്ട് ഒരു കുലുക്കി ഒന്ന് ഭയപ്പെടുത്തുക, അതാണ് ഏറ്റവും കൂടുതലായി ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പടയപ്പ ഈ ആളുകളെ പിന്നാലെ ഓടിച്ചെല്ലുകയാണ് എന്നുള്ളതാണ്. അത് ഈ മതപ്പാടിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ഇതൊരു അക്രമ സ്വഭാവത്തിലേക്ക് മാറിയതുകൊണ്ടല്ല. നമുക്കറിയാലോ, നാട്ടാന ഇപ്പോൾ പാപ്പാന്മാരെ അനുസരിച്ച് എത്ര കാലം നടന്നാൽ പോലും അത് മതപ്പാടിൽ അതിനെ കെട്ടിയിടേണ്ടി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കാട്ടാനയുടെ കാര്യത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എത്രത്തോളം അത് ഗൗരവമുള്ള ഒരു, അല്ലെങ്കിൽ എത്രത്തോളം പ്രകോപിതനായിരിക്കും എന്നുള്ളത്. പടയപ്പയെ സംബന്ധിച്ച് പടയപ്പ ഇപ്പോൾ ഒരു പിടിയാനയും കുട്ടിക്കും ഒപ്പം ചേർന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഈ മതപ്പാടിൻ്റെ ഒരു പാരമ്യത്തിൽ പോലും അതൊരു കൂട്ടത്തോടൊപ്പം ചേർന്നിരുന്നില്ല. കാരണം ഈ പ്രദേശത്തുള്ള ചില പിടിയാനകൾ ഉൾപ്പെടുന്ന കൂട്ടങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ പടയപ്പ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഈ കൂട്ടങ്ങൾ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് മൊത്തത്തിലൊരു ഈ ആനകളുടെ സഞ്ചാരത്തിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം പടയപ്പ ഇങ്ങനെ ഓരോ കൂട്ടത്തിനൊപ്പം ചേരാൻ ചെല്ലുമ്പോൾ ആ കൂട്ടങ്ങൾ അകന്നകന്ന് പോവുകയും ആ സഞ്ചാരത്തിൻ്റെ വേഗത വളരെ വേഗത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് കാരണമാണ്. നാട്ടുകാരെ സംബന്ധിച്ച് പടയപ്പയുടെ കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട്. പക്ഷേ അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ സുരേഷിനെയൊക്കെ കൊന്ന ആ ആനകളെയാണ് കൂടുതൽ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടൊരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമൊക്കെ ചേർന്നിരുന്നു. അതിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഉടനെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരിയാണ്.